മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ശ്രീമദ് വാൽമീകി രാമായണം സുന്ദരകാന്ഡം സർഗം 48. ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രത്താൽ ഹനുമാനെ ബന്ധിക്കുന്നത് ഈ അധ്യായത്തിൽ വർണ്ണിക്കുന്നു. ഹനുമാനാൽ അക്ഷകുമാരൻ വധിക്കപ്പെട്ട ശേഷം രാവണൻ ഇന്ദ്രജിത്തിനോട് ആജ്ഞാപിച്ചു, നീ ആയുധപാണികളിൽ വെച്ച് ഉത്കൃഷ്ടനാണ്. ബ്രഹ്മാവിനെ ആരാധിച്ച് അസ്ത്രങ്ങളെ നേടിയവനാണ് നീ. നിന്റെ അസ്ത്രബലത്തോട് എതിർത്ത് നിൽക്കാൻ ദേവന്മാർക്കും അസുരന്മാർക്കും കഴിയുകയില്ല. നിന്റെ തപസ്സിൻ്റെ ശക്തിയും പരാക്രമവും യുദ്ധത്തിൽ അസ്ത്രബലവും എനിക്ക് തുല്യമായിരിക്കുന്നു. നിശ്ചിത ജയനായ നിന്നെ പുത്രനായി ലഭിച്ചതിൽ പിന്നെ യുദ്ധത്തിൽ എനിക്ക് ഒരു പേടിയും ഇല്ല. കിങ്കരന്മാർ എല്ലാവരും ജംബുമാലി എന്ന രാക്ഷസനും വീരന്മാരായ മന്ത്രികുമാരന്മാരും 5 സേനാധിപതികളും കൊല്ലപ്പെട്ടു. വമ്പിച്ച സൈന്യവും അപ്രകാരം നശിപ്പിക്കപ്പെട്ടു. നിന്റെ സഹോദരനായ അക്ഷകുമാരനും വധിക്കപ്പെട്ടു. എൻ്റെ കരുത്ത് അവരിൽ ഒന്നുമല്ല, അത് നിന്നിലാണ്. കുരങ്ങൻ്റെ ബലത്തെയും പ്രഭാവത്തെയും പരാക്രമത്തെയും കണ്ടറിഞ്ഞ് നിന്റെ ബലത്തിനനുസരിച്ച് യുദ്ധം നീ ചെയ്താലും. ഹേ വീര, വമ്പിച്ചൊരു സൈന്യത്തോടെ പോയതുകൊണ്ട് മാത്രം കാര്യമില്ല. ആ കുരങ്ങൻ്റെ പരാക്രമം അവർണ്ണനീയമാണ്. സൈന്യം ഛിന്ന ഭിന്നമായി പല വഴിക്കും ഓടി ഒളിക്കും. വജ്രതുല്യമായ ആയുധങ്ങളെ കൊണ്ടും കാര്യമില്ല. ഏതൊരായുധത്താലും അവനെ നിഗ്രഹിക്കാൻ കഴിയില്ല. അഗ്നിതുല്യനാണവൻ. അഗ്നിയിൽ എന്തും ദഹിക്കുമല്ലോ. അതുപോലെ അവൻ്റെ നേരെ അയക്കുന്ന ഏതൊരു ശസ്ത്രവും അവൻ നശിപ്പിക്കും. ദിവ്യാസ്ത്രങ്ങളുടെ ശക്തിയെ ഓർക്കണം. ശത്രു നിന്നെ നിഗ്രഹിക്കാത്ത വിധം സ്വരക്ഷ ചെയ്തുകൊണ്ട് വേണം യുദ്ധം ചെയ്യാൻ. ഏറ്റവും അപായം നിറഞ്ഞ ഈ കാര്യത്തിന് ഓമനപുത്രനെ അയക്കുന്നത് ഉചിതമല്ല എന്ന് ചിലർ പറഞ്ഞേക്കാം. എങ്കിലും രാജധർമ്മങ്ങൾക്കും രാജാവിനും യോജിച്ചതാണ് ഈ നിശ്ചയം. നാനാശാസ്ത്രങ്ങളിൽ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മിക്കണം. വൈദഗ്ധ്യം പ്രകടിപ്പിക്കണം. വിജയം നേടാൻ പരിശ്രമിക്കണം. അച്ഛൻ്റെ വാക്കുകേട്ട് അവൻ വേഗം രാജാവിനെ വലം വെച്ച് പോരിന് പോകാൻ ഉറച്ചു. ഗരുഡതുല്യം വേഗമാർന്നവയും തീക്ഷ്ണദംഷ്ട്രങ്ങളോടുകൂടിയവുമായ 4 വ്യാഘ്രങ്ങളെ പൂട്ടിയ രഥത്തിൽ ഇന്ദ്രതുല്യനായ ഇന്ദ്രജിത്ത് കയറി. അവൻ ഹനുമാൻ്റെ അടുത്തെത്തി. അവൻ്റെ വില്ലിൻ്റെ ഞാണൊലി കേട്ട് വാനരവീരൻ അത്യന്തം സന്തോഷം പൂണ്ടു. സുരാസുരേന്ദ്രന്മാരെപ്പോലെ ബദ്ധവൈരരും മഹാബലവാന്മാരും തീക്ഷ്ണവേഗരും നിർഭയരുമായ കപിയും രാക്ഷസരാജപുത്രനും തമ്മിൽ ഏറ്റുമുട്ടി. ശത്രുസംഹാരമൂർത്തിയായ ആഞ്ജനേയൻ ഒരിക്കലും ലക്ഷ്യം തെറ്റാത്ത ഇന്ദ്രജിത്തിൻ്റെ അസ്ത്രങ്ങൾ പിഴച്ചു എന്ന് വരുത്തുവാൻ വേണ്ട വിധത്തിൽ ഒഴിഞ്ഞുമാറി. ഒന്നെങ്കിലും ശരീരത്തിൽ സ്പർശിക്കാത്ത വിധം ശരവർഷമധ്യത്തിൽ ചാടിക്കളിക്കുകയും ചെയ്തു. രണവിദഗ്ധരും വേഗസമ്പന്നരും ആയ അവർ ഇരുവരും സകല ഭൂതങ്ങളുടെയും മനസ്സിനെ ആകർഷിക്കുമാർ യുദ്ധം ചെയ്തു. അമോഘങ്ങളായ അസ്ത്രങ്ങളിൽ നിന്നെല്ലാം മാരുതി ഒഴിഞ്ഞു മാറവേ ഇന്ദ്രജിത്തിന് ചിന്തയായി. കപീന്ദ്രനെക്കുറിച്ച് രാവണപുത്രൻ ചിന്തിച്ചു. ഇവൻ അവധ്യനാണ് എന്ന് ബോധ്യമായി. വാനരനെ ബന്ധിക്കുവാൻ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. ബ്രഹ്മാസ്ത്രത്തിനാൽ ബന്ധിതനായി ഹനുമാൻ നിലത്ത് വീണു. തനിക്ക് ലഭിച്ചിട്ടുള്ള പിതാമഹാനുഗ്രഹവും ബന്ധനത്തിൽ നിന്ന് മുക്തി നേടാൻ തനിക്കുള്ള കഴിവും ആലോചിച്ച് ബ്രഹ്മാസ്ത്രത്തിന് കീഴടങ്ങി.
ബ്രഹ്മാവും ഇന്ദ്രനും വായുവും രക്ഷിക്കയാൽ ബ്രഹ്മാസ്ത്രബദ്ധനായിട്ടും മാരുതിക്ക് ഭയമൊന്നും തോന്നുന്നില്ല. രാക്ഷസർ എന്നെ പിടിച്ചാൽ ഒരു ഗുണമുണ്ട്, രാവണനുമായി സംസാരിക്കാം. രാക്ഷസന്മാർ അവൻ അനങ്ങാതെ കിടക്കുന്നത് കണ്ട് അവനെ ചണക്കയറുകൊണ്ടും കൂട്ടിപ്പിരിച്ച മരവുരി കൊണ്ടും കെട്ടി. കയറുകൊണ്ട് കെട്ടിയപ്പോൾ ആ വീരൻ ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് മുക്തനായി. ബ്രഹ്മാസ്ത്രം മറ്റു ബന്ധനങ്ങളെ സഹിക്കുകയില്ല. രാക്ഷസന്മാർ അവനെ രാവണൻ്റെ മുമ്പിൽ കൊണ്ടുപോയി. രാവണൻ ആ വാനരനെ ഒന്ന് നോക്കിയ ശേഷം മന്ത്രിമുഖ്യരോട് ചോദ്യം ചെയ്യാനായി പ്രേരിപ്പിച്ചു. ആ മന്ത്രിമാർ വാനരേന്ദ്രനോട് വന്ന കാര്യവും അതിൻ്റെ പ്രയോജനവും അതിനുള്ള കാരണവും ക്രമത്തിൽ ചോദിച്ചു. വാനര രാജാവ് സുഗ്രീവൻ്റെ സമീപത്തിൽ നിന്ന് വന്ന ദൂതനാണ് ഞാൻ എന്ന് മാത്രം കപിവരൻ അവരെ അറിയിച്ചു. സുന്ദരകാന്ഡം 48-ാം സർഗം ഇവിടെ അവസാനിച്ചു. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ.